സുഹൃത്തുക്കളെ, അക്കില്ലസിൻ്റെ കാലടി, അക്കില്ലസ് ഹീൽ എന്ന പ്രയോഗം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഇതെന്താ സൂചിപ്പിക്കുന്നത് എന്നുള്ളത് വളരെ ചിന്തനീയമാണ്. ഹോമറിൻ്റെ ഇലിയഡ് എന്ന കവിതയിലെ മഹാകാവ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ് അക്കില്ലസ്. ഗ്രീക്ക് പട്ടാളത്തിലെ ഏറ്റവും ശക്തനായ പടത്തലവനാണ് അക്കില്ലസ്. അക്കില്ലസിനെ ആർക്കും തോൽപ്പിക്കാനാവില്ല. അത്രമാത്രം അജയ്യനാണ് അക്കില്ലസ്. അമർത്യനുമായിരുന്നു. അതിന് കാരണം തേസിസ് എന്ന അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തെ അമർത്യതയുടെ നദിയിൽ മുക്കി കുളിപ്പിച്ചവരാണ്. അതുകൊണ്ട് ആർക്കും അദ്ദേഹത്തെ തോൽപ്പിക്കാനാവില്ല. അജയ്യനാണ്. അങ്ങനെയുള്ള അക്കില്ലസിൻ്റെ ഏറ്റവും ബലഹീനമായൊരു ഭാഗമാണ് അക്കില്ലസ് ഹീൽ. അങ്ങനെ ആ കാലടി അത്ര ബലഹീനമാകാൻ കാരണം ഈ അമ്മ ഈ കുഞ്ഞിനെ നദിയിലേക്ക് കുളിപ്പിക്കുമ്പോൾ ഒരു കാലിന്മേൽ പിടിച്ചാണ് നദിയിലേക്ക് മുക്കുന്നത്. അപ്പോൾ ഒരു കാലിൻ്റെ പാദം മാത്രം വെള്ളത്തിൽ മുങ്ങിയില്ലായിരുന്നു. ആ മുങ്ങാത്ത പാദമാണ് അപകടകരമാകുന്നത്. അക്കില്ലസ് ഹീൽ അക്കില്ലസിനെ കൊല്ലുന്നതും അതുകൊണ്ടാണ്. അക്കില്ലസിനെ കൊല്ലാൻ ഒരേ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ കാലടിയിലേക്ക് അസ്ത്രം എറിയുക, കാലിൻ്റെ അടിയിലേക്ക് അസ്ത്രം എറിയുക. അങ്ങനെ അജയനായി മാറി ആർക്കും കൊല്ലാനാകില്ല എന്ന് കരുതിയ അക്കില്ലസിനെ കൊല്ലുന്നത് ട്രോയ് നഗരത്തിൻ്റെ പാരീസ് എന്നുള്ള രാജകുമാരനാണ്. അവനാണ് അക്കില്ലസിൻ്റെ കാല് പൊക്കിയപ്പോൾ കാലിലേക്ക് തന്നെ അസ്ത്രം ചെയ്ത് അക്കില്ലസിനെ കൊല്ലുന്നത്. അക്കില്ലസിന്റെ ജീവിതത്തിന്റെ ആരംഭത്തിൽ 2 സാധ്യതകളുണ്ടായിരുന്നു. ദൈവം കൊടുത്ത 2 വരങ്ങളുണ്ട്. ഒന്നുകിൽ നിന്റെ ജീവിതം ദീർഘമായിരിക്കും, ലോകം അറിയാത്ത, ആരും അറിയാത്തൊരു മനുഷ്യനായി നീ ജീവിച്ച് ദീർഘകാലം ജീവിച്ച് നീ മരിക്കും. അതല്ലെങ്കിൽ നിന്റെ ജീവിതം വളരെ പ്രസിദ്ധമാകും, വളരെ വലിയ വലിയ സാഹസികത്വങ്ങളുടെയൊക്കെ വീരസാഹസികനാകും. പക്ഷേ അതിൻ്റെ കാലം ഹ്രസ്വമായിരിക്കും. ഹ്രസ്വകാലത്തിൽ നീ കൊല്ലപ്പെടും. ഇതിൽ ഏതായിരുന്നു അക്കില്ലസ് എടുത്ത വഴി? ജീവിതത്തിൽ ദീർഘമായ കാര്യമല്ല എടുത്തത്, ഹ്രസ്വമായ ലോകപ്രസിദ്ധനാകാൻ. അങ്ങനെ ഒരു വലിയ സാഹസത്തിൻ്റെ വഴിയിലാണ് അദ്ദേഹം ജീവിച്ചത്. ആ സാഹസത്തിൻ്റെ വഴിയിൽ തന്നെയാണ് അദ്ദേഹം സാഹസികമായി കൊല്ലപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ചില ബലഹീനതകളുണ്ടാകും. ഈ ബലഹീനതകളിലാണ് നമ്മൾ വീഴ്ത്തപ്പെടുന്നത്, നമ്മൾ കൊല്ലപ്പെടുന്നത്, നമ്മൾ മരിക്കുന്നത്. ആ ബലഹീനതകളെ പുറത്താക്കാതെ, അതിനെ ഇരയാക്കാതെ ജീവിക്കാനും, സാധാരണമായി ജീവിച്ചുകൊണ്ട് ശത്രുക്കളെ ഉണ്ടാക്കാതിരിക്കാനും ശ്രമിപ്പിക്കുമ്പോഴായിരിക്കും നമുക്ക് ദീർഘമായ ആയുസ് ഉണ്ടാകുന്നത്. പക്ഷേ ആരെയും വകവയ്ക്കാതെ എല്ലാവരുടെയും മുമ്പിൽ വലിയ വീരസാഹസികനാകാൻ ശ്രമിക്കുമ്പോൾ ശത്രുക്കൾ വർദ്ധിക്കും. ആ ശത്രുക്കൾ നിന്റെ ആയുസ്സിന് കുറയ്ക്കുകയും ചെയ്യും. ഇത് എല്ലാ മനുഷ്യനും ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു പാഠമാണ്. ജീവിതത്തെ എങ്ങനെ കാണുന്നു? എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി ജീവിക്കുമ്പോൾ ദീർഘമായി ചിലപ്പോൾ ജീവിക്കാൻ ആരും അറിയാത്തവനായി വലിയ ആളായില്ല എന്നോ വലിയ സാഹസികമായ കാര്യം ചെയ്യില്ലായി സാധാരണ ജീവിതത്തിൻ്റെ ദൈർഘ്യമേറിയ ജീവിതം നമുക്ക് ലഭിച്ചു തോന്നേക്കും. അതല്ലാത്ത വളരെ പ്രസിദ്ധമായ ജീവിതവും സാഹസികമായ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുമ്പോൾ അത് മരണത്തിൻ്റെ വഴി കൂടിയാണ് എന്ന കാര്യമാണ് ഓർമ്മ. അത്രമാത്രം അമർത്യനും അജയനുമായിരുന്നിട്ട് പോലും ആ ബലഹീനതയിൽ അസ്ത്രം ചെയ്യാൻ കാത്തിരുന്നവരുണ്ടായിരുന്നു എന്ന കാര്യം എത്ര ബലവാന്മാരും ശ്രദ്ധിക്കേണ്ടതാണ്, കരുതേണ്ടതാണ്. അതൊരു ബലഹീനതയുടെ ആ ഒരു മർമ്മം നമുക്കൊക്കെ ഉണ്ട് എന്നെല്ലാ മനുഷ്യരും തിരിച്ചറിയണം. ആ തിരിച്ചറിവോടുകൂടി, വിവേകത്തോടുകൂടി എല്ലാവരോടും സാമാന്യ നല്ല വിധത്തിൽ പെരുമാറാനും ശത്രുക്കളെ ഉണ്ടാക്കാതിരിക്കാനും ബോധപൂർവ്വം ശ്രമിക്കുന്നതായിരിക്കും നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ കാര്യമായി മാറേണ്ടത്. അതാണ് അക്കില്ലസ് ഹീല്, അവൻ്റെ കാലടിയുടെ ബലഹീനത നമ്മ എല്ലാവരെയും പഠിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും ബലഹീനതയുടെ വശങ്ങളുണ്ട്. ആ ബലഹീനതകളെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ബലഹീനതകളെ സംരക്ഷിക്കാനും
അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കുമ്പോഴായിരിക്കും നമ്മുടെ ആയുസ്സിന് നീളം കൂടുന്നത്. ദീർഘമായ ആയുസ് നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.